നെക്സ്റ്റ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സോ എക്സാമ്പിൾ 1, ഇഫ് 6 coulomb ഓഫ് ചാർജ് ഫ്ലോസ് ത്രൂ a conductor in 3 seconds. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ചാർജ് ആണെന്നുണ്ട്. ചാർജ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യൂ ആണ്. അപ്പോൾ ക്യൂ എത്രയാണ്? 6 coulomb. ഓക്കെ, ത്രൂ എ കണ്ടക്ടർ ഇൻ 3 സെക്കൻഡ്. അപ്പോൾ ടൈം അവർ പറഞ്ഞിട്ടുണ്ട്. ടൈം എത്രയാണ്? 3 സെക്കൻഡ്. ഫൈൻ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതായത് കറണ്ട് എന്തോരം വന്ന് കണ്ടുപിടിക്കണം. കറണ്ട് എന്താണ്? ഐ. നമ്മുടെ ഇക്വേഷൻ എന്താ? ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ, ശരിയല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തോരും? ഐ ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 6, ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 3. 6/3 ഈസ് ഈക്വൽ ടു 2. കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ. അപ്പോൾ 2 ആംപിയർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഈസി ക്വസ്റ്റൻ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഇലക്ട്രിക് കറണ്ട് ഓഫ് 5 ആംപിയർ. ഓക്കെ, അപ്പം നമുക്ക് എന്തോരം ആണ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംപിയർ മീൻസ് കറണ്ടിൻ്റെ അളവ്. ഓക്കെ, അപ്പോൾ ഐ തന്നിട്ടുണ്ട്. ഐ എസ് 5A flows through a conductor for 12 seconds. ഓക്കെ, അപ്പോൾ ഐ എത്രയായിരുന്നു നമുക്ക് പറഞ്ഞേ? ഐ ഈസ് ഈക്വൽ ടു 5 ആംപിയർ. ടൈം പറഞ്ഞിട്ടുണ്ട് ടി ഈസ് ഈക്വൽ ടു 12 സെക്കൻഡ്. ഫൈൻഡ് എമൗണ്ട് ഓഫ് ചാർജ്. ക്യൂ കണ്ടുപിടിക്കുക അല്ലേ? ചാർജ് മീൻസ് വാട്ട്? ക്യൂ. സെയിം ഇക്വേഷൻ തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്താ? ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. എനിക്കെന്താ കണ്ടുപിടിക്കണ്ടേ? ക്യൂ കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐ എത്രയാ? 5 ഈക്വൽ ടു ക്യൂ എനിക്കറിയത്തില്ല, അപ്പോൾ ക്യൂ തന്നെ ഇടുക. ബൈ ടി എന്താണ്? 12. ഓക്കെ, ഇനി ക്യൂ സോൾവ് ചെയ്യുക. നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടില്ലേ എക്സ് സോൾവ് ചെയ്യാന്ന്? അതുപോലെ തന്നെ സോൾവ് ചെയ്യുക. സോ 5 × 12 ഈക്വൽ ടു ക്യൂ. 5 × 12 എന്ന് പറയുമ്പോൾ എന്താ? 60 സി കൊളുമ്പ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സോൾവ് ആക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എക്സാമ്പിൾ 3 നമുക്ക് നോക്കാം. ഫോർ ഹൗ മച്ച് ടൈം. ഓക്കെ, ടൈം നമുക്കപ്പോൾ അറിയില്ല, ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ടൈം മസ്റ്റ് ചാർജ് ഓഫ് 20 coulomb. ഓക്കെ, അപ്പം നമുക്ക് ചാർജ് എന്തോരം വന്നിട്ടുണ്ട്? 20. ചാർജ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണ്? ക്യൂ ആണ്. ക്യൂ ആണ് എന്ത്? 20 coulomb. ഫ്ലോ ത്രൂ എ കണ്ടക്ടർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കറണ്ട് ഓഫ് 4 ആംപിയർ. അപ്പോൾ ഐ തന്നിട്ടുണ്ട്. ഐ ഇസ് 4 ആംപിയർ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ എന്താ? ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഐ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 4 ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് പറഞ്ഞാൽ 20 ബൈ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോൾവ് ആക്കുക. സോ 40 ഇസ് ഈക്വൽ ടു 20. ടി ഇസ് ഈക്വൽ ടു 20/4 ഇസ് ഈക്വൽ ടു 5 സെക്കൻഡ്. ഓക്കെ, അത്രേ ഉള്ളൂ.